മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മലയാള മനോരമ 2016 ഓഗസ്റ്റ് 21 ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത വളരെയേറെ വികാരത്തോടുകൂടി അത് വായിച്ചത്. 6000 കോടിയിലേറെ രൂപ വാർഷിക വിറ്റുവരവുള്ള ഡയമണ്ട് കമ്പനിയുടെ ഉടമ സൗജി തൻ്റെ 21-കാരൻ മകൻ ദ്രവ്യയെ ഒരു മാസത്തെ ദരിദ്ര ജീവിതത്തിനായി കേരളത്തിലേക്ക് അയച്ചു. 10,000-ലേറെ പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥത മറന്ന് ദ്രവ്യ വേഷം മാറി പാവപ്പെട്ടവരായി ഒരുവനായി ബംഗാളിയായി കേരളത്തിൽ ജീവിച്ചു. ഒരു മാസം ഈ മനുഷ്യൻ കൊച്ചിയിൽ വന്ന 21-കാരൻ അമേരിക്കയിലെ പൈസ് യൂണിവേഴ്സിറ്റിയിൽ BBA ചെയ്യുന്ന ബിസിനസ് മാനേജ്മെന്റ് ചെയ്യുന്ന ആ 21-കാരനായ ചെറുപ്പക്കാരൻ ദ്രവ്യ എറണാകുളത്ത് കൊച്ചിയിലെ പല സ്ഥലത്തും പ്രവർത്തിച്ച് അവിടെ കൂലിവേല ചെയ്ത് ബേക്കറിയിൽ ജോലി ചെയ്ത് ബേക്കറിയിൽ കിടന്ന് ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്ത് ഒരു സ്റ്റേഷനറി കടയിൽ ജോലി ചെയ്ത് ഓരോ സ്ഥലത്തും ജോലി ചെയ്ത് തനിക്ക് തൻ്റെ അച്ഛൻ കയ്യിൽ കൊടുത്തയച്ച 7,000 രൂപ അത് ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ അച്ഛൻ്റെ നിർദ്ദേശത്തോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തി അതിൽ നിന്ന് താമസിക്കാനുള്ള ഒരു വാടക വീടിന് വേണ്ടി മാത്രം 2,000 രൂപ എടുത്ത് ബാക്കി 5,000 രൂപ ഒരു കാരണവശാലും ചെലവാക്കാതെ പല സ്ഥലത്തും ജോലി ചെയ്ത് ഈ കേരളത്തിൻ്റെതായിട്ടുള്ള ഭക്ഷണം ഗുജറാത്തിയായ അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റില്ല എങ്കിലും ആ അവിയലും തോരനും റോഡ് സൈഡിൽ നിന്ന് കഴിച്ച് വണ്ടിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം രാത്രി കഴിച്ച് സ്ലം ഏരിയ മാതിരിയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്ത് അവസാനം +2 മാത്രം പഠിച്ചു കഴിഞ്ഞ് അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് BBA പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ചെലവഴിച്ച് കുറേ പേര് ഇയാളെ കണ്ടപ്പോൾ തന്നെ നല്ല ഭാവിയുണ്ട്, ഇങ്ങനെ ഒന്നും ആവരുത്, ഇനിയും പഠിക്കണമെന്നെല്ലാം ഉപദേശിച്ച് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ദ്രവ്യ എന്ന 21-കാരനോട് കാര്യമായിട്ട് അട്രാക്ഷൻ തോന്നി. ആ ശ്രീജിത്ത് ഇയാൾക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുകയും ജോലി കൊടുക്കുകയും എല്ലാം ചെയ്തു. ഒരു മാസത്തോളം കൊച്ചിയിലെ പല ചെറിയ സ്ഥലങ്ങളിൽ വളരെയേറെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠയിൽ വേദനാജനകമായിട്ടുള്ള ജോലി ചെയ്ത് തിരിച്ച് ഗുജറാത്തിലേക്ക് മടങ്ങി. ഒരു മാസം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ആ ദോലാക്ക് എന്ന് പറയുന്ന അച്ഛൻ ഈ ശ്രീജിത്തിനെ അങ്ങോട്ട് വിളിച്ചു. തൻ്റെ ഒരു കമ്പനിയുടെ ചാർജ് നിങ്ങൾ എടുക്കണം എന്ന് ശ്രീജിത്ത് എന്ന മലയാളിയോട് പറഞ്ഞു. അവര് 3 പേരും കൂടി നിൽക്കുന്ന ഫോട്ടോ ആണ് ചുവട്ടിലുള്ളത്. ശരിക്ക് അത് മുഴുവനും വായിക്കാനായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്ന് പറയുന്നു, മനുഷ്യൻ ആദ്യം അനുഭവിച്ച് പഠിക്കേണ്ടത് വേദനയാണ്. ദാരിദ്ര്യത്തിൻ്റെ ദുഃഖം, വിശപ്പിൻ്റെ ദുഃഖം, രോഗത്തിൻ്റെ ദുഃഖം, വാർദ്ധക്യത്തിൻ്റെ ദുഃഖം ഒരുപക്ഷെ ആദ്യം അനുഭവിച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ, അവസാനമല്ലേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ജഗദീശ്വരൻ 6,000 കോടിയിലേറെ രൂപയുടെ സ്വത്ത് നൽകിയിട്ടും 10,000-ലേറെ വ്യക്തികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു അച്ഛൻ തീരുമാനിച്ചത് മകനെ വേദന പഠിപ്പിക്കാനാണ്. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും പഠിപ്പിക്കുന്നതിന് പകരം നേരെ കൊച്ചിയിലെ ബംഗാളികളും ആസാമികളും ജീവിക്കുന്ന ആ കൂട്ടത്തിൽ വിട്ട് റോഡ് സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരിൽ ഒരുവനായി താമസിച്ച് പല ജോലികൾ ചെയ്ത് ആ ജോലി കിട്ടുമ്പോഴുള്ള സന്തോഷം അനുഭവിച്ച് ആ ജോലിക്ക് താൻ യോജിച്ചവനല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോഴുള്ള ദുഃഖം, ആ ജോലിയുടെ പൈസ കയ്യിൽ കിട്ടുമ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം വിട്ട് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ മനസ്സിനകത്തും ശരീരത്തിനകത്തും തോന്നുന്ന ദുഃഖമോ സന്തോഷമോ
സംതൃപ്തിയോ ആദരവോ ബഹുമാനമോ അപകർഷതാബോധമോ ആത്മവിശ്വാസമോ എന്തെല്ലാമാണെങ്കിലും അതനുഭവിക്കാൻ ആ 21-കാരന് അമേരിക്കയിലേക്ക് തൻ്റെ പഠിത്തം തുടരാനായിട്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ബാത്റൂമും ടോയ്ലറ്റും അതുപോലെ പൈപ്പ് വെള്ളവും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഏതാണ്ട് നരകയാതന പോലെ അനുഭവിച്ചു പഠിക്കേണ്ടി വന്ന, അതും പൈതൃകമായിട്ട് ലഭിച്ച വേദനയല്ല. ഈ ദ്രവ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ 7ാം ക്ലാസ് പഠിച്ച് ബിസിനസ് ആരംഭിച്ച് സീറോയിൽ നിന്ന് ഹീറോ ആയി മാറിയവനാണ്. പക്ഷെ ഇത്രയും അധികം സ്വത്തിന്റെ ഉടമസ്ഥനാണ് തന്റെ മകൻ എന്ന ബോധത്തെക്കാൾ ഉപരി താൻ അനുഭവിച്ച വേദന പോലെ ഒരു മാസമെങ്കിലും അനുഭവിക്കണമെന്ന് തീരുമാനിച്ച ആ പിതാവാണ് പിതൃദേവോ ഭവ. അതിന് തടസ്സം നിൽക്കാതെ വന്ന അമ്മ മാതൃദേവോ ഭവ. അയാൾക്ക് അതിഥിയെ പോലെ സ്വീകരണം കൊടുത്ത് ചെറിയ ചെറിയ ജോലിയെങ്കിലും കൊടുത്ത ആ ചെറിയ ചെറിയ കടകളിലെ ഉടമസ്ഥര് ശരിക്കു പറഞ്ഞാൽ ആചാര്യ ദേവോ ഭവാന്നോ അതിഥി ദേവോ ഭവാന്നോ ഒക്കെ പറയാവുന്ന ലെവലിലേക്ക് ഈശ്വര തുല്യരായിട്ട് ഉയർന്നു. ഏതായാലും ദ്രവ്യ എന്ന ആ വ്യക്തിയുടെ ആ യുവാവിൻ്റെ അച്ഛൻ്റെയും ആ യുവാവിൻ്റെയും മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകൾ അനുഭവിക്കണം. ഹൈദരാബാദിൽ PhD ചെയ്യാൻ പോകുമ്പോൾ ഞാനും താമസിച്ചത് 3 സെന്റ് സ്ഥലത്ത് 28 വ്യക്തികൾ താമസിക്കുന്ന തനിച്ചേരി പ്രദേശത്ത്, ഹൈദരാബാദിലെ റെയിൽവേ കോളനിയുടെ സൈഡിലുള്ള തനിച്ചേരിയിലാണ്. 11 കുട്ടികളുള്ള ഒരു തയ്യൽ കുടുംബം, ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബം, ഒരു പോലീസുകാരൻ ആയിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ കുടുംബം, പിന്നെ ഞാൻ, പിന്നെ ഒരു മൂലയ്ക്ക് ഓലപ്പുരയില്. ഇതെല്ലാം 3 സെന്റ് സ്ഥലത്തിനകത്ത് ഓപ്പൺ ടോയ്ലറ്റ്. അതിനകത്തേക്ക് കയറുമ്പോൾ 5 ദിവസം മുമ്പ് കഴിച്ചത് മുതൽക്ക് ഛർദ്ദിക്കും. അത് കോരിക്കൊണ്ടുപോകാൻ തോട്ടികൾ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ 1 വർഷത്തോളം തലവിധി ഉണ്ടായപ്പോൾ ഈ ദ്രവ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ അനുഭവം അകക്കണ്ണുകൊണ്ട് കാണാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു. പക്ഷേ 6000 കോടി സ്വത്തുള്ള ഒരു പിതാവിൻ്റെ മകന്റെ വികാരവും ഒന്നുമില്ലാത്ത ഒരു മാതാവിൻ്റെ പിതാവിൻ്റെയും മകന്റെ വികാരവും രണ്ടും രണ്ടായിരിക്കും എന്നുള്ളത് മറക്കരുത്. വളരെയധികം ത്യാഗം സഹിച്ച വ്യക്തികളുമായിട്ട് താരതമ്യം ചെയ്യൽ സ്വാഭാവികമാണ് മനുഷ്യൻ്റേത്. ഞാൻ അങ്ങനെ ചെയ്തതല്ല. മറിച്ച് ആ വേദന അനുഭവിക്കുമ്പോൾ മാത്രമേ വേദനയുടെ കാഠിന്യം അറിയുള്ളൂ. അത് ദേശാടനം എന്ന സിനിമയിൽ തൻ്റെ മകൻ സന്യാസത്തിന് പോകുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തച്ഛൻ്റെയും വികാരം തിയേറ്ററിൽ കാണുമ്പോൾ ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന, മൂക്ക് ചീറ്റുന്ന, കരയുന്ന കുറേ പേരെ നമുക്ക് തിയേറ്ററിൽ കാണാം. അത് വേറൊരുവന്റെ ദുഃഖം കാണുമ്പോൾ ഉണ്ടാവുന്നതാ. പക്ഷേ അവനവൻ അനുഭവിക്കുമ്പോൾ, അത് പിന്നീട് ചിന്തിക്കുമ്പോൾ, അനുഭവിച്ച സമയത്ത് അതൊരു ദുഃഖമാണെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ അതൊരു സുഖമാണ്. ആ ദുഃഖം അനുഭവിക്കാൻ ജഗദീശ്വരൻ തലവിധി തരാതിരിക്കട്ടെ എങ്കിലും മനുഷ്യൻ ആ ദുഃഖം അനുഭവിക്കാനുള്ള ഒരു മനസ്സുള്ളവനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കളെയും വേദന പഠിപ്പിക്കണം, വിശപ്പ് എന്താണെന്ന് പഠിപ്പിക്കണം, ത്യാഗം എന്താണെന്ന് പഠിപ്പിക്കണം. ജോലിയും ചുട്ടുപഴുക്കുന്ന വെയിലും കോച്ചി വലിക്കുന്ന തണുപ്പും മഴയും കൊണ്ട് ജോലി ചെയ്യുന്നവര് എങ്ങനെയാ ജീവിക്കുന്നത് അത് പഠിക്കണം. രോഗമുള്ളവരും അംഗവൈകല്യമുള്ളവരും എല്ലാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ വേദന കൂടി അവരെ ഒന്ന് സഹായിക്കുന്നതിലൂടെ കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ത്യാഗേനൈകി അമൃതത്വമാനശുഹു എന്ന വരിക്ക് ചേർത്ത് വേദത്തിലെ വരിയുണ്ട്. യപരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി. മറ്റുള്ളവന് വേണ്ടി കൂടി ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. ഈ ദ്രവ്യ എന്ന വ്യക്തിയുടെ ആ ചിത്രം മലയാള മനോരമ കഴിഞ്ഞ ഞായറാഴ്ച പ്രസിദ്ധീകരിച്ചത് എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്നതാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.